വെറും 4 മാസം കൊണ്ട് റോസ്മേരി ഓയിൽ യൂസ് ചെയ്തപ്പോൾ വന്ന മാറ്റങ്ങളാണ് ട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയായിരുന്നു എൻ്റെ മുടി ഉണ്ടായിരുന്നത്. ഇത് 2 മാസത്തിന് ശേഷമുള്ള മുടിയാണിത്. ഇതിപ്പോൾ 4 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മാസം ആയപ്പോഴേക്കും എൻ്റെ മുടിക്ക് വന്ന മാറ്റം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം റിസൾട്ടാണ് കിട്ടിയേക്കണേന്ന്. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയായിരുന്നു കേട്ടോ ഞാനിത് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിയിൽ വന്ന മാറ്റം ഷോക്കിംഗ് ആയിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടീസ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാനിത് യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ റോസ്മേരി ഓയിൽ യൂസ് ചെയ്ത് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ ഏത് വളരാത്ത മുടിയും വളർന്നോളും. പിന്നെ മുടി ഉള്ളു വെക്കാനും നീളം വെക്കാനും ഇതിലും നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവം വേറെ ഇല്ല കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത് ഒരു ഹെയർ ഗ്രോത്ത് റോസ്മേരി ഓയിൽ സിറമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ. എത്ര മുടി കൊഴിച്ചിലാണെങ്കിലും മാറിക്കോളും. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് എന്താണ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, സവാളയാണ്. സവാള ഇത്രയും ഒരു കഷ്ണം വരെ വേണ്ട, നമുക്കിതിൻ്റെ പകുതി മുറി മതിയാവും. എന്നിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് വേണ്ടത് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം. നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്ന സംഭവങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഒരു 10-15 വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 ടീസ്പൂൺ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ കേട്ടോ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ജ്യൂസാക്കി അരച്ചിട്ട് അത് നല്ലോണം സ്ട്രെയിൻ ചെയ്ത് ഇതേപോലെ എടുക്കുക കേട്ടോ. ഇതേപോലെ എടുത്തിട്ട് നമുക്കിതിൽ റോസ്മേരി ഓയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റോസ്മേരി ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ, ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയാലും എടുത്താൽ മതി. പക്ഷെ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ഈ റോസ്മേരി ഓയിൽ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാത്തത്. അതായത് റോസ്മേരി ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാത്തത്. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാനിതിൽ എന്തോരമാണ് എൻ്റെ മുടിക്ക് വേണ്ടത് അത്രയും റോസ്മേരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 വലിയ ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു സിറം പോലെ ആക്കി എടുക്കുക കേട്ടോ. അതായത് മിക്സ് ആവില്ല എന്ന് വെച്ചാൽ വെള്ളത്തിലാണല്ലോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതൊരു നമ്മൾ ജ്യൂസ് പോലത്തെ പരുവത്തിലാണല്ലോ എടുത്ത് വെച്ചേക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം മുടി നല്ലോണം ഒന്ന് ജട കളഞ്ഞ് വെച്ചേക്കണം കേട്ടോ. ഈ ജടയിൽ ഇങ്ങനെ ഇടാൻ പാടില്ല. നല്ലോണം ഒന്ന് കോം ചെയ്തിട്ട് വേണം ഈ ഹെയർ സിറം ഇടാനായിട്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കാൽപ്പിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ മാറാനും ഡാൻഡ്രഫ് മാറാനും മുടി നല്ലോണം വളരാനും ഉള്ളു വെക്കാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രാൻഡ്സിലിട്ടിട്ട് കാര്യമില്ല, സ്കാൽപ്പിൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഈ സിറം സ്കാൽപ്പിൽ യൂസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളതുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്ട്രാൻഡ്സിലും കൂടി ഇടാം. ഇനിയിപ്പോൾ സ്ട്രാൻഡ്സിൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ റോസ്മേരി ഓയിൽ കുറച്ചെടുത്തിട്ട് മുടിയുടെ അറ്റത്തും കൂടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏത് ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഇൻവേഴ്സ് മെത്തേഡിലും കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ തല താഴത്തേക്ക് ഇട്ടിട്ട് മുടി താഴ്ത്തിയിട്ടിട്ട് നമ്മൾ എണ്ണ തേക്കൂലേ, മസാജൊക്കെ ചെയ്യില്ലേ, അതേപോലെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ കൂടണം, അതാണ് ഇതിൻ്റെ മെയിൻ. അതായത് സിറം ഇങ്ങനെ തേച്ചിട്ട് വെറുതെ സിറം തേച്ച് പിടിപ്പിച്ചിട്ട് കാര്യമില്ല. നല്ലോണം മസാജ് ചെയ്യണം. തല നല്ലോണം മസാജ് ചെയ്താലാണ് ആ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടി നല്ലോണം ഉള്ളു വെച്ച് വളരുള്ളൂ. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരു മെയിനായിട്ട് ഉള്ളിലേക്കും കൂടി കഴിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടി ചെയ്താലാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് വഴിയേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇത്രയും ഞാൻ പറയണ പോലെ ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതും എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെയാണ് തലയിൽ ഇങ്ങനെ കുമ്പിട്ടിട്ട് നല്ലോണം എണ്ണ തേച്ചിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ഒരു 1/4 മണിക്കൂർ അതങ്ങനെ വെച്ചേക്കാം. നമുക്കിനി ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കണം. ഹെയർ മാസ്ക് എന്ന് മാത്രം ഇതിനെ പറയാൻ പറ്റില്ല, ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ്. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് പ്രോട്ടീൻ ഹെയർ മാസ്ക്, അതിൻ്റെ ലിങ്ക് തരുമെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ ഇടുന്നത്. ഇത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കിട്ടാൽ മതി. മുടിക്ക് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം മുടി വളരാൻ നല്ലോണം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ
അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. ഒരു മുട്ടയിൽ എടുത്താൽ മതി കേട്ടോ. 2 മുട്ട പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ടയുടെ വെള്ളയും ഒരു മുട്ട ഫുള്ളായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഈ മുട്ടയുടെ മഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്താൽ മതിയാവും. പക്ഷെ ഞാൻ രണ്ടും കൂടി എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. അപ്പം രണ്ടും എടുത്താൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മാത്രം തൈരാണ് കേട്ടോ. തൈരും കൂടി എടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യാട്ടോ. ഇത്രയും മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഹെയർ സിറത്തിൽ ഓയിൽ ഇട്ടേക്കണോണ്ട് പിന്നെ ഞാൻ ഇതിൽ ഓയിൽ ഒഴിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഓയിലും കൂടി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി ഇതേ ഒരു പരുവത്തിൽ എടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് അടിപൊളിയാണ്. മുടി നല്ലോണം വളരാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ മുടിക്ക് കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ നല്ലോണം മുടി വളരുകയും ചെയ്യും. ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ മാറും. നമ്മൾ ഇതിൽ തൈര് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഡാൻഡ്രഫൊക്കെ മാറും. അപ്പോൾ ഇത് നമുക്കിനി ഒരു 1/4 മണിക്കൂർ ആ ഹെയർ സിറം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ മാസ്കും കൂടി ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരിക്കലും മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയ കേട്ടോ. എന്താ വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും ഉള്ളൂ. ഡെയിലി യൂസ് ചെയ്യേണ്ട മെനക്കെറേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യമുള്ള, ഞാൻ ഡെയിലി മറ്റേ റോസ്മേരി ടോണർ യൂസ് ചെയ്തിരുന്നു. റോസ്മേരി വാട്ടർ ഇല്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അതായത് വീഡിയോൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അതും വേണമെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. റോസ്മേരി വാട്ടർ ഡെയിലി വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് എല്ലാ ദിവസവും കുളിക്കേണ്ട ആവശ്യമില്ല. സ്പ്രേ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ മുടി വളരും, നല്ലോണം മുടി വളരും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ്, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന കൺസിസ്റ്റൻസി ആണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതും നമ്മുടെ സ്കാൽപ്പിലാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സ്ട്രാൻസിലൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്ത് ഇങ്ങനെ സ്കാൽപ്പിൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ബാക്കി വരുന്ന ഭാഗം മാത്രമേ ഞാൻ സ്ട്രാൻസിലിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 1/2 മണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ, മുട്ടയൊക്കെയാണല്ലോ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുടി ഡ്രൈ ആയി പോകും. അപ്പം നമുക്കൊരു 1/2 മണിക്കൂർ മാക്സിമം, എന്നിട്ട് നമുക്ക് ഷാമ്പും കണ്ടീഷണറും ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഹെയർ വളരാനായിട്ടുള്ള ഒരു ജ്യൂസും കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിക്കാറുണ്ട്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബറാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ടുള്ള യൂസ് ചെയ്ത് വരുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നല്ലോണം ഹെയർ ഫോൾ കുറയും കേട്ടോ. അപ്പോൾ ഹെയർ ഫോൾ ഉള്ളവർ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുക്കുംബർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിന് കുക്കുംബർ മാത്രം സ്കിപ്പ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ കമ്പൾസറി ആയിട്ട് വേണം കേട്ടോ. അത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മറ്റേ നെല്ലിക്ക ഉണ്ടല്ലോ, 2 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-15 കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് പിന്നെ അത് മുങ്ങിക്കിടക്കാൻ പറ്റിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി അല്ലാത്ത ഈ നമ്മുടെ പച്ചമഞ്ഞളില്ലേ, അത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത്. എന്നിട്ട് ഇതേപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൽ നാരങ്ങ ഇടണമെങ്കിൽ നാരങ്ങയും കൂടി ഇടാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഡെയിലി രാവിലെ തന്നെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഹെയറിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും ഗട്ട് ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരാഴ്ച ഒന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലോണം മുടി വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.